എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 4 തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് സാമ്പാർ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതുപോലെ 2-3 വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുക്കറിലെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടന്നോട്ടെ. ഇനി നമുക്കിത് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത കടുകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ മസാലകളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചേർത്ത് കൊടുത്ത മസാലയും തക്കാളിയും എല്ലാം പരിപ്പിൽ നല്ലതുപോലെ ഇതാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും പരിപ്പ് വെന്തതിന്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില അതിൽ കിടന്ന് വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യും കൂടിയാണ്. അപ്പോൾ നെയ്യ് വീണ്ടും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. 1 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അടുത്തത് മുരിങ്ങയിലയും കൂർക്കയും ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ്. ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയിലയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം.
പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അര കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ കൂർക്ക ഒരു 3/4 വേഗമായിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അത് മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കൂർക്കയ്ക്ക് പകരം നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂർക്കയും മുരിങ്ങയിലയും കൊണ്ട് തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങക്കായും മുരിങ്ങയിലയും ചേർത്തിട്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് മുരിങ്ങയില എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് അടർത്തിയതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. നമ്മൾ ഊരിയെടുത്തതിന് ശേഷം കഴുകിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ആ തണ്ടോടുകൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇതേപോലെ നന്നായിട്ട് ഇതിനെല്ലാം അത് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ കളഞ്ഞിട്ടൊന്ന് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില എല്ലാം ഈ ഒരു രീതിയിൽ ഇതേപോലെ ഊരിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഇനി നമുക്കിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് തന്നെ വെച്ചുകൊണ്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇല അരിയാതെ ഇങ്ങനെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പം ചെറിയ രീതിയിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് കട്ട പിടിക്കാതെ ഇത് നമുക്ക് തോരൻ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായും കൂടെ എടുത്ത് വയ്ക്കാം. ഞാൻ ഇതേപോലെ 3 മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതേപോലെ ഇനി നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന സമയത്ത് സൈഡിൽ വരുന്നത് ആ പരിപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ച മുരിങ്ങയ്ക്ക് അത്രയും ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതാ തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇലയ്ക്കും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് മുരിങ്ങയ്ക്ക ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
കുറച്ച് വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇതേപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പാത്രം മൂടി വെച്ച് ഇനി ഇലയൊന്ന് വേവിച്ചെടുക്കാം. ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരപ്പും ഇലയും ഒക്കെ നന്നായിട്ട് ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇലയൊക്കെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ അടുപ്പിലിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. വെള്ളമൊക്കെ വറ്റി തോരൻ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങക്കായ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ തോരൻ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെയോ അതേപോലെ തന്നെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. മുരിങ്ങയിലയും മുരിങ്ങക്കായും എല്ലാം കൂടെ ചേർത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ്. അടുത്തത് മുരിങ്ങയിലയും മുട്ടയും ചേർത്തിട്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്ത് അത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഇല അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുറവുള്ളവർ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പഴയ ആളുകളൊക്കെ മുരിങ്ങയില ഇങ്ങനെ അരിഞ്ഞെടുക്കരുതെന്നാണ് പറയുന്നത്. കഴിക്കും എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇലയെല്ലാം ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടിയൊക്കെ മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ബീറ്റ് ചെയ്ത മുട്ട അവിടെ മാറ്റി വയ്ക്കാൻ നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം മിക്സിയുടെ ജാറ് കഴുകുന്ന കുറച്ച് വെള്ളം മതിയാകും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഇലയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുരിങ്ങയിലാണെങ്കിൽ ആവി കയറിയ ഉടനെ ഒന്ന് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തോരൻ ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇലയൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. മുരിങ്ങയില ഒരു തവണ ഈ ഒരു രീതിയിൽ മുട്ടയും ചേർത്തൊന്ന് തയ്യാറാക്കി കഴിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.